വീട് എന്താണെന്നറിയോ? ഈ മരം കണ്ടോ? ഇത് നമ്മുടെ മുറ്റത്ത് തന്നെയുള്ള മരം കേട്ടോ. ഇത് ചേരുമ്പഴത്തിൻ്റെ കായ്ക്കുന്ന മരമാണ് കേട്ടോ. കശുവണ്ടി മാവെന്ന് പറയും, അതിൻ്റെ മരമാണ്. അതൊന്ന് ഇത്തവണത്തെ ആദ്യമായിട്ട് ഉള്ളത് അണ്ണാൻ കഴിച്ചു കേട്ടോ. എല്ലാവരും ഈ ഭൂമിയിൽ ജീവിക്കേണ്ടവരല്ലേ. അപ്പോൾ ആദ്യത്തെ ചേരുമ്പഴം അണ്ണാൻ കൊണ്ടുപോയി. അത് ഇന്നലെ ആയിരുന്നു കേട്ടോ. പിന്നെ നോക്കുമ്പോൾ ചെടിയുടെ ഇടയിൽ കൂടി ഇയാൾ അവിടെ നിൽക്കണുണ്ട്. അപ്പോൾ ഇന്നും അണ്ണാന് കൊടുത്ത എൻ്റെ മോള് കരയും. അവൾക്കും എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു പഴമാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മളിത് നട്ട് വളർത്തിയത് തന്നെ കേട്ടോ. അപ്പോൾ കയ്യോടെ ആളെ പിടിച്ച് പൊക്കിയിട്ടുണ്ട്. അപ്പോൾ അവൾ ഉറങ്ങുകയാണ്. എണീറ്റ് കഴിഞ്ഞാൽ അവൾക്കത് കട്ട് ചെയ്ത് കൊടുക്കണം. ഇത്തിരി മുളക് പൊടിയും ഇത്തിരി ഉപ്പും കൂടിയിട്ട് കട്ട് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് കഴിച്ചാൽ സൂപ്പറായിരിക്കും. അതുപോലെ തന്നെ വേനൽക്കാലത്ത് ഏറ്റവും നല്ല ഒരു ദാഹശമനിയാണ് കേട്ടോ. എത്ര പേർക്ക് അത് അറിയുമെന്നുള്ളത് എനിക്കറിയില്ല. നൊങ്ക് പറയില്ലേ നമ്മൾ, നൊങ്ക് പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്നാൽ ഹെൽത്തി ആയിട്ടുള്ള വൈറ്റമിനുള്ള ഒരു ഫ്രൂട്ടാണ് ചേരുമ്പഴം കേട്ടോ. അപ്പോൾ ഇത് കിട്ടുവാണെങ്കിൽ എല്ലാവരും ഈ വേനൽക്കാലത്ത് കഴിക്കുക. പിന്നെ പണ്ടൊക്കെ ഇതൊക്കെ ഈ ലിക്കർ ഉണ്ടാക്കാൻ, ചാരായം അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരു സാധനമായിരുന്നു കേട്ടോ അത്. എൻ്റെ അമ്മയുടെ വീട്ടിലൊക്കെ പണ്ടും ഇങ്ങനത്തെ സാധനങ്ങൾ ചേരുമ്പഴമൊക്കെ നിറയെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ അവർ വന്ന് വലിച്ചിട്ട് പോയിട്ട് അതിനെ അവരുടെ ആ പ്രൊസീജിയറിലൂടെ എന്ത് ചെയ്യുമായിരുന്നു, കാച്ചിയിട്ട് ചാരായമാക്കിയിട്ടോ മീൻസ് സ്പിരിറ്റ് ആ ഒരു ലിക്കറാക്കിയിട്ട് അവർ കഴിക്കുമായിരുന്നു. പിന്നെ ഇതൊക്കെ വളരെ കുറവാണല്ലോ. അപ്പോൾ എല്ലാവരും ഇങ്ങനത്തെ പഴം കിട്ടുവാണെങ്കിൽ ചേരുമ്പഴം, നമ്മുടെ നാട്ടിൽ ചേരുമ്പഴം എന്നാണത് പറയുക, കിട്ടുവാണെങ്കിൽ വാങ്ങിയിട്ട് കഴിക്കുക, ജ്യൂസ് അടിച്ചിട്ട് കുടിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക, വേനൽക്കാലം ആഘോഷമാക്കാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ.